പന്തളത്ത് നടക്കുന്നത് യഥാർത്ഥ വിശ്വാസികളുടെ സംഗമമായിരിക്കുമെന്ന് പന്തളം കൊട്ടാരം അംഗവും ശബരിമല സംരക്ഷണ സംഗമം സ്വാഗത സംഘം അധ്യക്ഷനുമായ നാരായണ വർമ്മ. സർക്കാർ സംഗമം പോലെ ആളെ വിളിച്ചു കൂട്ടേണ്ട സാഹചര്യമുണ്ടാകില്ല. കൊട്ടാരം എല്ലാ കാലവും വിശ്വാസികൾക്ക് ഒപ്പമായിരിക്കുമെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. ഗൂഗിൾ രമേശ് ഉണ്ട് അദ്ദേഹത്തിനൊപ്പം, കാണാം. പമ്പയിൽ സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഗമം ഇന്നലെ തട്ടിക്കൂട്ട് സംഗമമായിട്ട് മാറി. അതിനുശേഷം യഥാർത്ഥ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ടൊരു മഹാസംഗമം അതിന് വേദിയൊരുങ്ങുകയാണ്. നാളെ പന്തളത്ത് ഈ സമയത്ത് മഹാസംഗമം ആരംഭിക്കുകയാണ്. അതിനുള്ള കാര്യക്രമങ്ങൾ ആരംഭിക്കുകയാണ്. നമ്മളിപ്പോൾ പന്തളം കൊട്ടാര നിർവാഹക സംഘ അംഗമായിട്ടുള്ള നാരായണ വർമ്മ തമ്പുരാൻ അദ്ദേഹം ചേരുകയാണ്. അദ്ദേഹം ഇതിൻ്റെ നാളത്തെ സംഗമത്തിൻ്റെ ശബരിമല സംരക്ഷണ സംഗമത്തിൻ്റെ സ്വാഗത സംഘം അധ്യക്ഷൻ കൂടിയിട്ടാണ്. തമ്പുരാൻ നമസ്കാരം. നമ്മുടെ നാളത്തെ പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ എത്രത്തോളമായിട്ട്? നമ്മുടെ നാളത്തെ പരിപാടിക്ക് ഭക്തജനങ്ങൾ സംഗമത്തിന് വേണ്ടിയുള്ള പന്തലുകളെല്ലാം റെഡിയായി, സ്റ്റേജ് എല്ലാം റെഡിയായിട്ടുണ്ട്. എല്ലാ വ്യവസ്ഥകളും പാലിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുമോ എന്നതാണ് ഞങ്ങൾക്കിപ്പോൾ ഒരു ആകാംക്ഷ. കാരണം ഇന്നലെ പമ്പയിൽ നടന്ന സംഗമം നമ്മളെല്ലാം കണ്ടതാണ്. യഥാർത്ഥ ഭക്തരെല്ലാം നാളെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും എന്നതാണ്. നമ്മൾ വിളിക്കാതെ തന്നെ അവരിങ്ങോട്ട് വിളിച്ച് പറയുകയാണ്. അപ്പോൾ നമുക്കിവിടെയുള്ള സംവിധാനം മതിയാകുമോ എന്നതാണ് എനിക്കിപ്പോൾ ഒരു സംശയം. എങ്കിലും എല്ലാം തന്നെ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്കറിയാം, 2018 ഒക്ടോബർ 2 നമ്മൾ 3000 പേരെ പ്രതീക്ഷിച്ചിടത്ത് 80,000 പേര് വന്ന് ഭക്തജനങ്ങൾ ഒരുമിച്ച് ഭഗവാന്റെ ആചാരങ്ങൾ സംരക്ഷണത്തിനായി മുന്നോട്ട് വന്നു. അതുപോലെ തന്നെ യഥാർത്ഥ ഭക്തർ, ഭഗവാൻ എവിടെ ഇരിക്കുന്നു അവിടെയാണ് ഭക്തർ വരിക. തീർച്ചയായിട്ടും നാളത്തെ സംഗമത്തിന്, നാളത്തെ ശബരിമല സംരക്ഷണ സംഗമത്തിന് പൂർണ്ണമായും ഭക്തരുടെ പിന്തുണയുണ്ടാവും. എല്ലാവരും ഇവിടെ പന്തളത്ത് എത്തിച്ചേരും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. അത് യാഥാർത്ഥ്യമാകും എന്നത് തന്നെയാണ് ഉറച്ച വിശ്വാസം. അതുതന്നെയാണ്. മറ്റേ സർക്കാരിന് പക്ഷേ വലിയ അവകാശവാദങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ആയിരുന്നു. 5000 പേര് രജിസ്റ്റർ ചെയ്തു, 3000 പേര് പങ്കെടുക്കും എന്നൊക്കെ. പക്ഷേ പങ്കെടുത്തത് 1000-ഓളം ആളുകൾ മാത്രമാണ്. അവരുടെ ഒരു എല്ലാം പൊള്ളയായിരുന്നു എന്ന് വ്യക്തമാകുകയാണല്ലേ? അതെ, ഞാൻ അതിൻ്റെ കൂടുതൽ റിപ്പോർട്ട്സ് ഒന്നും ഇന്നലെ എനിക്ക് നോക്കാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പല മാധ്യമപ്രവർത്തകരും ഇവിടെ പറഞ്ഞിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഭഗവാന്റെ അനുഗ്രഹവും ഭഗവാനും ഉള്ളിടത്ത് മാത്രമേ ഭക്തജനങ്ങൾ എത്തുകയുള്ളൂ. ശബരിമലയിൽ എന്തെല്ലാം ചെയ്താലും ഭക്തജനങ്ങൾ അവിടെ വരുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ അവിടെ ഉണ്ടായതുകൊണ്ടാണ്. പവിത്രമായ പമ്പയിലും ഇതുപോലെ തന്നെ ഭക്തരെത്തും, യാതൊരു സംശയവുമില്ല. പക്ഷേ അത് അതിൻ്റേതായ രീതിയിൽ വേണം. ഭക്തജനങ്ങളായിരിക്കണം അവിടെ. അതിനുവേണ്ടി ഭക്ത സംഘടനകളെയും എല്ലാവരെയും ചേർത്തുള്ളൊരു സംഗമമാണെങ്കിൽ തീർച്ചയായും ഭക്തർ അവിടെ എത്തുമായിരുന്നു. ഇന്നലെ കണ്ടത് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാം തന്നെ അവരുടെ സംവിധാനങ്ങളെല്ലാം തന്നെ അവിടെയുള്ള പറയുകയാണെങ്കിൽ വന്യമൃഗങ്ങൾക്ക് അതൊരു ഇതായി ആഹാരം കിട്ടാനൊക്കെ 5000 പേർക്ക് കരുതി പഴയിടം ഗംഭീരമായ സദ്യ ഒരുക്കി എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊക്കെ എത്രമാത്രം അതിൽ പമ്പയിൽ ഒഴുക്കിയൊന്നും നമുക്കറിയില്ല. എന്തായാലും അത് ഇന്നലെ സർക്കാരിൻ്റെ ആ ഒരു സംഗമം ശരിക്ക് ഇത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികമായിരുന്നെങ്കിൽ അത് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിക്കൂടെ? എന്തിനീ പമ്പയിൽ വന്ന് ഭക്തജനങ്ങൾ എന്നുള്ള പേരിൽ ഇങ്ങനെ ഒരു ഇത് കാട്ടിക്കൂട്ടിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഭഗവാൻ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, ഒരു അയ്യപ്പൻ അവിടെ ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ആ ഒരു സംഗമത്തിൽ കുറച്ച് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ദേവസ്വം ഉദ്യോഗസ്ഥരും ഒക്കെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ നമുക്ക് നൽകിയ റിപ്പോർട്ട്. അതുകൊണ്ടുണ്ടായ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ സർക്കാരും അല്ലെങ്കിൽ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അവർ മാറി. അവർ ഇന്നലെ പ്രസംഗിച്ചതടക്കം അയ്യപ്പൻ്റെ തത്വങ്ങളും ദർശനങ്ങളും പ്രസംഗിച്ചു, ശരണം വിളിക്കുന്നു. അങ്ങനെ കാലത്തിൻ്റെ ഒരു മറുപടി കൂടി ആയിരിക്കും. തീർച്ചയായിട്ടും അത് ഞങ്ങൾ നമ്മുടെ വലിയ രാജാവിനെ, പന്തളം കൊട്ടാരത്തിലെ ഏറ്റവും വലിയ തമ്പുരാനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏറ്റവും വലിയൊരു കാര്യമാണ് പമ്പയിൽ നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഭഗവാനെതിരെ വർത്തമാനം പറഞ്ഞവരെല്ലാം പമ്പയിൽ വന്ന് അയ്യപ്പ അയ്യപ്പ എന്ന് വിളിക്കട്ടെ. അത് എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. അദ്ദേഹം വളരെ ഹാസ്യരൂപേണ അത് ഇന്നലെ പറഞ്ഞു. നമുക്ക് വലിയ തമ്പുരാൻ്റെ അനുഗ്രഹവും അതുപോലെ കവടിയാർ ഇന്ന് തമ്പുരാട്ടിയുടെ അനുഗ്രഹവും എല്ലാം തന്നെ പന്തളത്തെ ഈ സംഗമത്തിനുണ്ട്. അവർക്ക് എത്താൻ സാധിക്കില്ല. കാരണം ഇന്ന് നവരാത്രി തുടങ്ങിയാണ്, നാളെ അതിൻ്റെ തിരക്കിലാണ് അശ്വതിരുന്നാൾ തമ്പുരാട്ടി. എങ്കിലും നമുക്ക് ഈ സംഗമത്തിനുള്ള ആശംസയും നമ്മുടെ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്തിനായുള്ള പ്രാർത്ഥനയും നടത്താമെന്ന് ആശംസ രൂപേണ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ വലിയ തമ്പുരാനും എല്ലാ ആശംസകളും അറിയിച്ചിട്ടുണ്ട്. പന്തളം കൊട്ടാരത്തിൽ ഇപ്പോൾ ഈ ഒരു അശുദ്ധിയുടെ കാലമാണ് എങ്കിൽ പോലും നമ്മൾ ആഘോഷവും നമുക്കൊരു ദുഃഖസാന്ദ്രമായ അന്തരീക്ഷമാണെങ്കിൽ പോലും ഈശ്വരീയ കാര്യം, ഭഗവാന്റെ കാര്യം, അതിന് എല്ലാവരും ഒത്തൊരുമിച്ച് ഭക്തരിവിടെ നാളെ എത്തും.
അത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. സ്വാമി ശരണം. നമ്മുടെ ബാക്കി ഹൈന്ദവ സംഘടന ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത് കുറച്ച് ആൾക്കാർ മാത്രമാണ്, അല്ലെങ്കിൽ ദേവസ്വം ജീവനക്കാർ പോലെ. പക്ഷേ നമ്മുടെ സംഗമത്തിൽ യഥാർത്ഥ ഹൈന്ദവ ഭക്തരും ഹൈന്ദവ സംഘടനയും സമുദായ നേതാക്കളും ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട സംഘങ്ങളും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കും. നമ്മളെല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ശബരിമലയുമായി നമുക്ക് ഇത് ഭക്തജന സംഗമമാണ്, ഇതൊരു മത്സര ബുദ്ധിയോടെ ചെയ്യുന്നതല്ല. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ആചാര സംബന്ധിയായിട്ടുള്ള എല്ലാ വിഭാഗത്തിനെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ ശബരിമലയിലെ വിശ്വാസങ്ങൾ അതിനെക്കുറിച്ചുള്ള സെമിനാറിൽ അവരും പങ്കെടുക്കും. നമ്മുടെ പറവട്ടി പാട്ട്, അതുപോലെ കളമെഴുതുന്നവർ, ഗുരുതി നടത്തുന്നവർ, പേട്ട സംഘങ്ങൾ, ഇവരെല്ലാം ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല മുൻ ശബരിമല മേൽശാന്തിമാരെയും നമ്മൾ വിളിച്ചിട്ടുണ്ട് ഇതിന്. അങ്ങനെ ശബരിമലയെ ബന്ധപ്പെട്ട എല്ലാവരും നാളെ ഇവിടെ എത്തിച്ചേരും എന്നത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ, അതായത് ഈ അന്ന് യുവതി പ്രവേശന കാലഘട്ടത്തിലടക്കം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു പന്തളം കൊട്ടാരത്തിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് നിലപാടുണ്ട്. അത് വിശ്വാസികൾക്കൊപ്പമായിരുന്നു. ഇന്നലെയും കഴിഞ്ഞ ദിവസവും ഒക്കെ തന്നെ സമാനമായിട്ടൊരു പ്രസ്താവനകളൊക്കെ കൊട്ടാരത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സർക്കാർ നടത്തുന്ന ആ സംഗമങ്ങൾ അതൊക്കെ ഒരു വിശ്വാസ വഞ്ചന അല്ലെങ്കിൽ ഒരു വഞ്ചനാപൂർവ്വമായിട്ടുള്ള നടപടി മാത്രമാണ്. ഈ വിശ്വാസികൾക്കെതിരായിട്ട് ചുമത്തിയിട്ടുള്ള കേസുകൾ പിൻവലിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും സർക്കാർ മറച്ചു വെച്ചുകൊണ്ട് അത് ചെയ്യാതെ ഇത്തരത്തിൽ വിശ്വാസികളെ സംഘടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ഈ ഒരു പൊള്ളത്തരത്തിന് എങ്ങനെയാണ് കൊട്ടാരം? അത് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഈ നേരത്തെ ഇതൊക്കെ ചെയ്യും, നമ്മൾ കേസുകളെല്ലാം വിശ്വാസികൾക്കെതിരായുള്ള കേസുകളെല്ലാം മാറ്റും, അതുപോലെ സുപ്രീം കോടതിയിൽ നിലപാടുകൾ മാറ്റും, ഇതെല്ലാം ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ അവസാനം ഈ സംഗമത്തോട് അടുത്ത് വന്നപ്പോൾ അതെല്ലാം വീണ്ടും അവർ പുറകോട്ട് പോയി. അത് തന്നെയാണ് കൊട്ടാരത്തിനും ഭക്തജനങ്ങൾക്കും എല്ലാം തന്നെ ആ സംഗമത്തോടുള്ള താല്പര്യം കുറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അയ്യപ്പസ്വാമിയുടെ ആ അനുഗ്രഹങ്ങളൊക്കെ പോയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഭക്തജന സംഘടനകൾ ഈ സംഗമത്തോട് സഹകരിക്കാതിരുന്നത്. വളരെ തുച്ഛമായ ആൾക്കാർ, അത് പിന്നെ പോയതിൻ്റെ പല കാര്യങ്ങളുണ്ടാവാം. അങ്ങനെ പോയതിൽ അതിൻ്റെ പുറകിൽ വേറെ പല കാര്യങ്ങളുണ്ടാകാം. പല സാമുദായിക സംഘടനകൾ പോയി. അതൊന്നും ഭഗവാന്റെ ഒരു ഇച്ഛയ്ക്കനുസരിച്ചല്ല പോയത്, അതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പോയവരെ ഒന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. ഭഗവാന്റെ കാര്യത്തിന് എല്ലാവരും ഒരുമിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോഴും പറയുന്നത്. സ്വാമിശരണം, വളരെ സംരംഭം. എന്തായാലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ വിശ്വാസികളുടെ ഒരു സംഗമം തന്നെയായിരിക്കും നാളെ പന്തളത്ത് നടക്കാൻ പോകുന്നത്. സർക്കാർ സ്പോൺസേഡ് നിക്ഷേപ ആഗോള സംഗമം പോലെ ആയിരിക്കില്ല കൃത്യമായിട്ട് വിശ്വാസ സംഗമം. യഥാർത്ഥ ഭക്തരും യഥാർത്ഥ ഹൈന്ദവ സംഘടനകളും സമുദായ നേതാക്കളും ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ സംഘങ്ങളും കൃത്യമായിട്ട് ആ പരിപാടിയിൽ പങ്കുചേരും എന്നുള്ളത് തന്നെയാണ്. ഭഗവാന്റെ സാന്നിധ്യമുള്ള ഒരു സംഗമമായി തന്നെ നാളെ പന്തളത്തെ സംഗമം മാറുമെന്ന് തന്നെയാണ് നാരായണവർമ്മ അദ്ദേഹം ജനം ടിവിയോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.